أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സദഖല്ലാഹുൽ അലിയുൽ അലീം. നമ്മളെ ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് സൂറ ഫാത്തിഹ മുഴുവനായും പഠിക്കാം. സൂറ ഫാത്തിഹയുടെ ആയത്ത് തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങിയിട്ടാണ്. അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രബലമായ ഇമാം ഷാഫി റഹിമഹുള്ളയുടെ അഭിപ്രായം അനുസരിച്ചിട്ട് സൂറ ഫാത്തിഹയിലെയും അതുപോലെ മറ്റെല്ലാ സൂറയിലെയും ഒരായത്താണ് ബിസ്മി. വേറെ വീക്ഷണങ്ങളുണ്ട്. സൂറ ഫാത്തിഹയിലെ മാത്രം ആയത്താണ് ബിസ്മി എന്ന വീക്ഷണവും, ബിസ്മി എന്നത് ഒരു സൂറയിലെയും ഒന്നാമത്തെ ആയത്തല്ല എന്ന വീക്ഷണവും ഉണ്ട്. ഇങ്ങനെ മൂന്ന് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കുണ്ട്. ബിസ്മിയിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സൂറ നഹലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫൈദാ ഖറഅത്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഫൈദാ ഖറഅത്തൽ ഖുർആന, നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഫസ്തഇദ് ബില്ലാ, അള്ളാഹുവിൽ പ്രൊട്ടക്ഷൻ തേടണം. ആരിൽ നിന്ന് പ്രൊട്ടക്ഷൻ തേടണം? മിനശ് ശൈത്വാനിർ റജീം, റജീമായ ഷെയ്ത്താനിൽ നിന്ന്. അതായത് എറിഞ്ഞ് ഓടിക്കപ്പെട്ടവനായ, റജീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടി ഓടിക്കപ്പെട്ട, എറിഞ്ഞോടിക്കപ്പെട്ടവനായ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായ, വിദൂരമാക്കപ്പെട്ടവനായ ഷെയ്ത്വാനിൽ നിന്ന്. ഷെയ്ത്വാൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഷെയ്ത്താനെക്കുറിച്ചുള്ള റെഫറൻസ് ഖുർആൻ പഠിക്കുമ്പോൾ കിട്ടിയ സൂറ ബഖറയിൽ തന്നെയാണ്. ആ ഭാഗം വരുമ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ ഷെയ്ത്താനെക്കുറിച്ച് വിശദീകരിക്കാം. ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുകയും സ്വർഗത്തിൽ പാർപ്പിക്കുകയും ചെയ്ത സംഗതി പറയുമ്പോൾ ആദമിനെയും ഇണയെയും അവരുണ്ടായിരുന്ന സ്റ്റാറ്റസിൽ നിന്ന് അവരെ പുറത്താക്കി, അഥവാ ആ സ്റ്റാറ്റസിൽ നിന്ന് അവരെ അവരുടെ ഹുബൂത്തിന്, അവരുടെ പതനത്തിന് കാരണമായ ഒരാളെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ തന്നെയാണ് ഷെയ്ത്താൻ. അവിടെ പറയുമ്പോൾ ഫഅസല്ലഹുമ ഷെയ്ത്വാനു, അഷെയ്ത്വാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇബ്ലീസിനെ കുറിച്ചാണ്. ജിന്നിൽപ്പെട്ട, അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ച ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സണാണ്. അവനവരെ തെറ്റിപ്പിച്ചു എന്നാണ് പറയുന്നത്. അൻഹ, അവരെ അതിൽ നിന്നും അവൻ തെറ്റിപ്പിച്ചു. ഫഅഖ്റജഹുമ മിമ്മ കാനാ ഫിഹി, അവർ രണ്ടുപേരും ഏതൊന്നിലായിരുന്നു അതിൽ നിന്ന് അവരെ അവൻ പുറത്താക്കി. ഷെയ്ത്താനല്ല ആദമിനെ ഭൂമിയിലേക്ക് ഇറക്കാനുള്ള കാരണം. ആ വിഷയം നമുക്ക് സൂറ ബഖറയിൽ വിശദമായിട്ട് പറയാം. പക്ഷേ അവരെ സ്വാധീനിച്ചുകൊണ്ട് അവൻ സത്യം ചെയ്തുകൊണ്ട് അവരോട് ഒരു കാര്യം പറയുകയും അങ്ങനെ അവർ അവൻ്റെ ചതിയിൽ പെടുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് അഷെയ്ത്താൻ എന്നുള്ള സാധനം സൂറ ബഖറയിൽ കാണുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് ഇബ്ലീസാണ്. പിന്നീട് ഈ പദം ഇബ്ലീസിൻ്റെ സ്വാധീന വലയത്തിൽ പെടുന്ന എല്ലാ ആളുകളും, അത് ജിന്നും ആകാം മനുഷ്യരും ആകാം. ഇബ്ലീസ് വഴിതെറ്റിച്ചിട്ടുള്ള, ഇബ്ലീസിൻ്റെതായ വാദങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന മനുഷ്യരായാലും ജിന്നായാലും അവരൊക്കെ ഷെയ്ത്വാനാണ്. അതോടൊപ്പം അവരുടേതായ വാദങ്ങളും അവരുടേതായ സംവിധാനങ്ങളും ഒക്കെയും നമുക്ക് ഷെയ്ത്വാനീയത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? അള്ളാഹു പറയുന്നത് ഫസ്തഇദ്, ഇസ്തിആദ എന്ന് പറഞ്ഞാൽ അഭയം തേടൽ, സീക്കിംഗ് പ്രൊട്ടക്ഷൻ. നമ്മൾ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടൽ, സെക്യൂരിറ്റി ആവശ്യപ്പെടലാണ് ഇസ്തിആദ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്തഇദ്, നിങ്ങൾ
സെക്യൂരിറ്റി ഡിമാൻഡ് ചെയ്യണം, ആവശ്യപ്പെടണം, പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടണം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ തേടണം. സീക്ക് പ്രൊട്ടക്ഷൻ. ആരിലാണ് തേടേണ്ടത്? അള്ളാഹുവിൽ തേടണം. ആരിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ? മിന ഷെയ്ത്താനിർ റജീം, റജീമായ ഷെയ്ത്താനിൽ നിന്ന്. അപ്പോൾ അള്ളാഹുവിൽ പ്രൊട്ടക്ഷൻ തേടണം, അഭയം പ്രാപിക്കണം. അതായത് പൈശാചികമായ എല്ലാത്തിൽ നിന്നും വിട്ടകന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണ വലയത്തിലേക്ക് വരണം. നമ്മൾ അള്ളാഹുവിൻ്റെ ചിറകിനടിയിലേക്ക് വരണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഞാൻ അഭയം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതുമൊരു ദുആയാണ്, അതുമൊരു ഇസ്തിആദയാണ്, അതൊരു സീക്കിംഗ് പ്രൊട്ടക്ഷനാണ്. അഊദു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, റജീമായ ഷെയ്ത്താനിൽ നിന്ന് അള്ളാഹുവിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. ഇത് ഈ ഒരു പ്രാർത്ഥന തന്നെ നമുക്ക് ഖുർആനിൽ മറിയം അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അവരുടെ ഉമ്മ, മറിയമിനെ പ്രസവിക്കപ്പെട്ടപ്പോൾ അവരുടെ ഉമ്മ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് സൂറ ആലു ഇമ്രാനിലെ 36-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നി സമ്മൈതുഹാ മറിയമ, ഞാൻ അവൾക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹ, ഇന്നി ഉഈദുഹാ ബിക, ഞാൻ അവളെ നിന്റെ അഭയത്തിലാക്കിയിരിക്കുന്നു. ഉഈദുഹാ ബിക വദുരിയതഹ, അവളുടെ കുടുംബത്തെയും നിന്റെ പ്രൊട്ടക്ഷനിലാക്കിയിരിക്കുന്നു. മിന ഷെയ്ത്താനിർ റജീം, ആരിൽ നിന്ന് പ്രൊട്ടക്ഷൻ? റജീമായ ഷെയ്ത്താനിൽ നിന്നും നിന്റെ സംരക്ഷണത്തിൽ, നിന്റെ പ്രൊട്ടക്ഷനിൽ അവളെയും അവളെ കുടുംബത്തെയും ഞാൻ ആക്കിയിരിക്കുന്നു എന്ന് മറിയമിൻ്റെ ഉമ്മ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഇസ്തിആദ എന്നുള്ളത് റജീമായ ഷെയ്ത്താനിൽ നിന്നുള്ള അള്ളാഹുവിനോടുള്ള അഭയം തേടൽ നേരത്തെ തന്നെയുള്ള പ്രവാചകന്മാർക്കും അതുപോലെ തന്നെ മുമ്പേയുള്ള ശരീഅത്തിലും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് സൂറ ഫാത്തിഹയിലേക്ക് കടക്കുമ്പോൾ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമാണ്. അതിനെ ഒന്നാമത്തെ ആയത്തായിട്ട് എണ്ണുമ്പോൾ സൂറ ഫാത്തിഹ മുഴുവനും 7 ആയത്തുകളാണ്. അതുകൊണ്ട് തന്നെ സൂറ ഫാത്തിഹയെ സബ്ഉൽ മഥാനി എന്ന് പറയാറുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ വന്ന ഒരായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്. സബ്ഉൽ മഥാനി സൂറ അൽ ഹിജറിലെ 87-ാമത്തെ ആയത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. വലഖദ് ആത്തൈനാക്ക, തീർച്ചയായിട്ടും നിനക്ക് ഞാൻ നൽകിയിരിക്കുന്നു. സബ്അ മിനൽ മഥാനി, 7 മഥാനി, മഥാനിയായ 7. മഥാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലാണ് ഭൂരിപക്ഷം ആളുകളും എടുത്തിരിക്കുന്നതും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 7 ആവർത്തിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് സൂറ ഫാത്തിഹയാണ് ഉദ്ദേശിക്കുന്നത് എന്നുമുള്ള അഭിപ്രായം വന്നത്. വലഖദ് ആത്തൈനാക്ക സബ്അ മിനൽ മഥാനി, 7 ആവർത്തിക്കപ്പെടുന്നത് നിനക്ക് നാം തന്നിരിക്കുന്നു. വൽ ഖുർആനിൽ അലീം, വൽ ഖുർആനൽ അലീം, അലീമായ ഖുർആനും മഹത്തായ ഖുർആനും നിനക്ക് നാം തന്നിരിക്കുന്നു. പക്ഷേ ഇതിന് വ്യത്യസ്തമായൊരു വ്യാഖ്യാനം ഹമീദുദ്ദീൻ ഫറാഹി റഹ്മഹുല്ല ഇങ്ങനെയാണ് നൽകുന്നത്. വലഖദ് ആത്തൈനാക്ക സബ്അ മിനൽ മഥാനി എന്ന് പറഞ്ഞാൽ, മഥാനി എന്നത് മഥ്നയുടെ പ്ലൂരലാണ്. മഥ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡുവൽ, ഇരട്ട. അപ്പോൾ മഥാനി എന്ന് പറഞ്ഞാൽ ഇരട്ടകൾ. അങ്ങനെ വരുമ്പോൾ വലഖദ് ആത്തൈനാക്ക, നിനക്ക് നാം തന്നിരിക്കുന്നു, സബ്അ മിനൽ മഥാനി, 7 ഇരട്ടകൾ. വൽ ഖുർആനിൽ അലീം, അവിടെ വാവിനെ അദ്ദേഹം പറയുന്നത് വാവ് ലി തഫ്സീർ. ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് ഈ വാവിന് പല ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഒരു കാര്യം ഖുർആനിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പൊതുവെ നമ്മൾ ട്രാൻസ്ലേഷൻസ് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഡിക്ഷണറികളിൽ ആദ്യം ലിസ്റ്റ് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ വാവിന് ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന ഒരർത്ഥം ആൻഡ് എന്നുള്ള ഇംഗ്ലീഷ് അർത്ഥമാണ്. അതായിരിക്കും ഡിക്ഷണറിയിൽ ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാകുക.
അപ്പോൾ ഡിക്ഷണറി അർത്ഥം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ആൻഡ് എന്നാണ് പറയും. പക്ഷേ എപ്പോഴും എവിഡൻ്റായ ഒരു മീനിങ് ആണ് പരിഗണിക്കുക. അങ്ങനെ എവിഡൻ്റ് മീനിങ് നോക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ വാവിന് വേറെയും പല അർത്ഥത്തിലും വാവ് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് നേരത്തെ പറഞ്ഞതിനെ വിശദീകരിക്കുക, തഫ്സീർ. അതായത് സബുൽ മഥാനി എന്ന് പറഞ്ഞല്ലോ, നിനക്ക് നാം 7 ഇരട്ടകൾ നൽകിയിരിക്കുന്നു, അതായത് ഖുർആനുൽ അലീം നൽകിയിരിക്കുന്നു, മഹത്തായ ഖുർആൻ നൽകിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് ഖുർആൻ 7 ഭാഗമാണ്. ഖുർആനെ നമുക്ക് 7 പാർട്ടായിട്ട് തിരിക്കാം. മാത്രവുമല്ല എല്ലാ സൂറകളും ഇരട്ടകളാണ്. അതായത് ഓരോ സൂറക്കും ഒരു പെയറുണ്ട്. ഇപ്പോൾ ബക്കറയുടെ പെയറാണ് ആലു ഇമ്രാൻ. അങ്ങനെ പല സൂറകളും പേഴ്സാണ്. നമുക്ക് പല സൂറകളുടെയും പ്രമേയങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചില സൂറകൾ വേറെ സൂറകളുടെ മിറർ ഇമേജായിട്ടൊക്കെ തോന്നും. ഇരട്ട സ്വഭാവമുള്ള ഒരുപാട് സൂറകളെ കാണാൻ കഴിയും. ഇപ്പോൾ അൻഫാലും തൗബയും താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ പിന്നെ ആറാഫും അതിന് മുമ്പുള്ള സൂറയും താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ സാമ്യതകൾ തോന്നും. ബക്കറയെയും ആലു ഇമ്രാനെയും കുറിച്ച് ഒന്നിച്ച് ഹദീസിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ഇരട്ട 2 പ്രകാശങ്ങളെന്ന് പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ചെറിയ പല ഇരട്ട സൂറകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരങ്ങളിൽ അടുപ്പിച്ചുള്ള 2 സൂറകൾ ഓതാറുണ്ടായിരുന്നു എന്നുള്ളതിൽ നിന്നൊക്കെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ഖുർആനിലെ സൂറകളൊക്കെ ഇരട്ടകളാണ്. അള്ളാഹു യാസീനിലൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹു എല്ലാം ഇരട്ടയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ സൂറകളും ഇരട്ടകൾ തന്നെയാണ്. മാത്രവുമല്ല ഖുർആൻ 7 ഭാഗമാണ് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് എന്നാണ്. പക്ഷേ പൊതുവെ ഈ ആയത്തിൻ്റെ അർത്ഥം പറയാർ അൽ മസാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടകൾ എന്നതാണ് ലിറ്ററലി അർത്ഥമെങ്കിലും ആവർത്തിക്കപ്പെടുന്നത് എന്നുള്ള ഒരു മജാസിയായ ഒരു അലിഗോറിക്കലായിട്ടുള്ള ഒരു മീനിങ്ങിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 7 ആവർത്തിക്കപ്പെടുന്ന വചനങ്ങൾ നിനക്ക് നാം നൽകിയിരിക്കുന്നു. അതായത് സൂറ ഫാത്തിഹ വൽ ഖുർആനിൽ അലീം, മഹത്തായ ഖുർആനും. അപ്പോൾ സൂറ ഫാത്തിഹ പ്രത്യേകം എന്തിനാണ് എടുത്തു പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത കാരണം തന്നെയാണ്. അത് സവിശേഷമാണ് സൂറ ഫാത്തിഹ. ഖുർആനിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്കൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത് എന്ന വ്യാഖ്യാനമാണ് പൊതുവെ നൽകാറ്. എന്തായാലും ബിസ്മി അതിലൊരായത്തായിട്ട് നമ്മൾ പരിഗണിച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് എന്ത് കാര്യം ചെയ്യുമ്പോഴും, എല്ലാ നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.